ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പലർക്കും ചിലർക്ക് അത് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നുള്ള ചിന്തകൾ വരാം. അതായത് വശ്യം തന്നെയാണ് ഇന്നത്തെ വിഷയം. അതായത് വശ്യം തന്നെയാന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വശ്യത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പിന്നെയും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വശ്യം എന്താ കൊണ്ടുവരുന്നത് പലർക്കും തോന്നാം. അതായത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള സംശയങ്ങളാണ്. അപ്പോൾ ആ സംശയങ്ങൾക്ക് നമ്മൾ വീഡിയോ കാണാൻ പറഞ്ഞാലും അതല്ല സ്വാമി ഇങ്ങനെ അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും. അതാണ് വശ്യത്തിനെ കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ഇടാനായിട്ടുള്ള കാരണം. അതായത് വശ്യം എന്തിന്, എങ്ങനെ, എപ്പോൾ, ആരൊക്കെ ചെയ്യും, ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ചോദ്യം. ഇതിപ്പോൾ ചോദ്യത്തിൽ വേറൊരു കാര്യം കൂടി ചോദ്യം വന്നതിൻ്റെ പ്രകാരം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ശരിക്കും വശ്യകർമ്മങ്ങളൊക്കെ ആദ്യ കാലത്ത്, എൻ്റെ കാലത്തല്ല, പുരാതന കാലങ്ങളിൽ നമ്മുടെ എൻ്റെ ഗുരുവിൻ്റെ മുൻപുള്ള ഗുരുക്കന്മാരുടെ കാലത്ത് പ്രധാനമായും സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നതെന്നാണ് സത്യം. അതായത് ഇതൊരു പാക്കേജ് പോലെയാണ്. പാക്കേജ് എന്ന് പറഞ്ഞാൽ ശാന്തി, വശ്യം, സ്തംഭനം, ഉച്ചാടനം, മാരണം, വിദോഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 6 ഷഡ്കർമ്മങ്ങളാണിത്. ഷഡ്കർമ്മങ്ങൾ എന്നാണ് ഇതിനെ പറയുക. അതായത് ഞാൻ എൻ്റെ മൂർത്തിനെ ഉപാസിക്കുന്നു, സാധന ചെയ്യുന്നു എന്നാ പറയാം. ഈ സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത്. സാധന എന്ന് പറഞ്ഞാൽ ഞാൻ സാധനയ്ക്കായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ ഇപ്പോൾ പലരും പറയണേക്കാലോ, കോട്ടുവാ വരുന്നു, ആ ചിന്തകൾ വരുന്നു, മറ്റുള്ള ചിന്തകൾ, ആ ചിന്തകൾ വരുന്നു, അത് കാരണം എനിക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയും കൂടിയിട്ട് ഒരു മറുപടി ആയിട്ട് കണക്കാക്കാതെ. അതായത് സാധന ചെയ്യുന്ന സമയത്ത് നമ്മൾക്കുള്ളിലേക്ക് മറ്റുള്ള ചിന്തകൾ വരാതിരിക്കാൻ, മറ്റുള്ള എനർജികൾ, അതായത് പറയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസമുള്ളവരെ സംബന്ധിച്ച് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള എനർജി, നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് സാധന. അതിനെ വിളിച്ചു വരുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി നിൽക്കുമ്പോഴത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ ആ നെഗറ്റീവ് എനർജിനെ വിദോഷണം ചെയ്ത് നമ്മൾ പുറത്തേക്ക് ആക്കുക, അതിനെ സ്തംഭിച്ച് നിർത്തുക. അപ്പോൾ വിദോഷണമായി, സ്തംഭനായി. പിന്നെ ഞാൻ സാധന ചെയ്യുന്ന എൻ്റെ മൂർത്തികളെ, എൻ്റെ ഉപാസന മൂർത്തികളെ എൻ്റെ അടുപ്പിക്കാൻ, മൂർത്തിയിലേക്ക് ഞാൻ അടുപ്പിക്കാനായിട്ടാണ് വശ്യം. അതായത് വശ്യം ചെയ്തിട്ട് സ്വാമീനെ എന്നിലേക്ക് അടുപ്പിക്കാം, മനസ്സിലായ? അതാണ് വശ്യം. അതിനാണ് വശ്യം ഉപയോഗിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഷഡ്കർമ്മങ്ങളുണ്ട്. ഉച്ചാടനം, മാരണം, അതൊക്കെ ആ ഒരു ഉപാസനയുടെ ഭാഗമായിട്ട് പൂർവികന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ ചെയ്തു വന്നിരുന്ന ഒരു കാര്യങ്ങൾ ഇപ്പം അത് പബ്ലിക്കിലേക്ക് ആയി, അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കല്ലോ, നിങ്ങളെങ്ങനെ ഉപാസിക്കുന്നത്? ഇപ്പോഴല്ല, ഒരു ഉദാഹരണം പറയണതാണ്. ഞങ്ങൾ ഉപാസിക്കുന്നു, ഞങ്ങൾ സാധന ചെയ്യണം. സാധന ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഈ മറ്റുള്ള തടസ്സങ്ങളൊന്നുമില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മറ്റത് വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, ആ ചിന്തകൾ വരുന്നു. അപ്പം സ്വാമിക്ക് എന്താ വരാത്ത? ഞങ്ങൾ ഉപാസന ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ സ്തംഭനം ചെയ്യുന്നു. നമ്മുടെ നെഗറ്റീവ് എനർജിക്കുള്ള സ്തംഭനം, വിദോഷണം ചെയ്ത് അവരകറ്റി വശ്യം ചെയ്തിട്ടാണ് ഞങ്ങൾ സാധന ചെയ്യണമെന്നുള്ള ഒരു ചിന്ത ഇന്നല്ല, പണ്ടത്തെ ഗുരുക്കന്മാർ അത് ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്തംഭനം ചെയ്ത് വശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടക്കില്ലേ എന്ന് വെച്ചു. അപ്പോൾ ഒരു പരീക്ഷണാർത്ഥത്തിലാവും പറഞ്ഞിട്ടുണ്ടാവുക, അന്ന് എനിക്കൊരു കാര്യമുണ്ട്, എൻ്റെ ഭാര്യ പിണങ്ങി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മേലുദ്യോഗസ്ഥൻ, എൻ്റെ രാജാവ് എന്നോട്, അന്നൊക്കെ രാജഭരണകാലൊക്കെ ആവാം, രാജാവ് എന്നോട് കരുണ കാണിക്കുന്നില്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെയ്ത് തരാൻ പറ്റുമോ തിരുമേനിക്ക് എന്നങ്ങനെ ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ആൾക്കത് ചെയ്തു കൊടുത്ത് ഫലപ്രാപ്തി വന്നിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ആവാം ചിലപ്പോൾ ഈ വശ്യമെന്ന് പറയുന്ന കർമ്മം പബ്ലിക്കിലേക്ക് ആയതെന്നാണ് എൻ്റെ ഒരു നിഗമനം. എങ്ങനെ വന്നതെന്നുള്ളത് എനിക്കറിയില്ലോ. എനിക്ക് എൻ്റെ ഗുരുവിനോട് ചോദിക്കാൻ പറ്റുമോ, എങ്ങനെയാണ്, ആരാണ് വശ്യം ആദ്യം പുറത്തേക്ക് വിട്ടതെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ആവാം സാധ്യത. അപ്പോൾ അന്ന് കാലത്ത് നമ്മുടെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്, സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ഉപയോഗിച്ചു വന്നിരുന്നത്.
ഇപ്പോഴത് പബ്ലിക്കിലേക്ക് ആയി. അതും കൂടുതലും ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത് ദാമ്പത്യ ജീവിതത്തിലൊക്കെ പണ്ട് കാലത്തൊക്കെ അറിയാലോ, തിരുമേനിമാർ മറ്റുള്ളവർക്കൊക്കെ പോവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, നായർ തറവാട്ടിൽ സംബന്ധം അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ അതൊന്നും വന്നിട്ട് എൻ്റെ മെക്കെട്ട് കയറാൻ വരില്ല. സംബന്ധം പോണ സമയത്ത് ആ സ്ത്രീകൾ അവർക്കറിയാവുന്ന മന്ത്രവാദികളെ കൊണ്ട് ചെയ്യിച്ചിരുന്നതാണ് വശ്യം. അതുപോലെ തന്നെ കോലത്ത് തമ്പുരാട്ടിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ, അവിടുന്ന് സ്വത്തും പണം കിട്ടാനായിട്ട് ഈ ദാസി സ്ത്രീകൾ വശ്യം ചെയ്തിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആവാം ഇത് പോപ്പുലറായി വന്നപ്പോൾ ഇന്നിപ്പോൾ അതൊന്നുമില്ല. പിന്നെ തൊഴിൽ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ മേലുദ്യോഗസ്ഥൻ നേരത്തെ പറഞ്ഞില്ലേ, രാജാവിനെ നമ്മളോട് അനുകമ്പ തോന്നി വല്ല പട്ടും വളയും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അന്ന് വശ്യകർമ്മങ്ങൾ ചെയ്തിരുന്നത്. ഇന്ന് മന്ത്രിസ്ഥാനം കിട്ടാനും അതുപോലെ തന്നെ ഇലക്ഷനിൽ നിൽക്കാനും അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വശ്യകർമ്മം ഉപയോഗിച്ചു തുടങ്ങി. ഇപ്പൊ കൂടുതലും വശ്യകർമ്മം എന്ന് പറഞ്ഞ പിള്ളേരുടെ കയ്യിലൊക്കെ കാശായി. ഇന്ന് മൊബൈലില്ലാത്ത 50,000 1 ലക്ഷം രൂപയുടെ മൊബൈലില്ലാത്ത ചെറുപ്പക്കാരില്ല. മറ്റൊന്ന് ഞങ്ങളൊക്കെ പഠിക്കാൻ പോണ സമയത്ത് ഒരു നാരങ്ങ മിഠായി വാങ്ങിക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം. ഇന്ന് കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നത് തന്നെ 500 നോട്ട് കൊണ്ടാണ്. അത്രയ്ക്കും കാലം പുരോഗമിച്ചപ്പോൾ ഈ കുട്ടികളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് സാധ്യതകൾ വന്നു. അപ്പോൾ അവർക്ക് ചിലവൊന്നും പ്രശ്നമല്ല, അവർക്ക് അവരുടെ ഇഷ്ടകാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് വശ്യകർമ്മത്തിലേക്ക് വന്നു. അങ്ങനെ ഇത് പോപ്പുലറായി ഇപ്പം എല്ലാവരും ഈ വശ്യകർമ്മം ഉപയോഗിക്കാൻ തുടങ്ങി. അത് അതിൻ്റെതേ ചിട്ടാവട്ടങ്ങളും അതിനോട് പറ്റുന്ന ഒരു ഉപാസകനൊക്കെയാണ് വശ്യകർമ്മം ചെയ്ത് ഫലിക്കുക. അങ്ങനെയൊക്കെയുണ്ട്. അതായത് നമ്മൾ കുറേ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അത് തിരിച്ചടിക്കും, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ ഒരു രീതിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് വശ്യകർമ്മം ഉപയോഗിക്കണം, ആരാണ് വശ്യകർമ്മം ഉപയോഗിച്ചിരുന്നത്, അതിൻ്റെ ചെറിയൊരു വിവരണമാണ്. ഇനിയും ഇത് ഞാൻ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് മണിക്കൂറുകളാവും. പിന്നെ അത് എല്ലാവർക്കും വിഷമാവും. ഇനി ഇങ്ങനെ ഇതന്നെ ഞാൻ ഇനി ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ ഇനിയും വശ്യത്തിൻ്റെതായ ആ സംശയമായിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, എല്ലാവരും സന്തോഷത്തോടു കൂടി ഭഗവാന്റെ ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു.